പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു സഭക്കാരുണ്ടാക്കിയതല്ല. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തുകാരുടെ സൃഷ്ടിയൊന്നുമല്ല. പ്രൊഡക്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് അല്ലല്ല. IPC-കാരുണ്ടാക്കിയതല്ല പരിശുദ്ധാത്മാവ്. ചർച്ച് ഓഫ് ഗോഡുകാരുണ്ടാക്കിയതല്ല പരിശുദ്ധാത്മാവ്. ആമേ, ഏതെങ്കിലും പെന്തക്കോസ്തുകാരുടെ മാത്രം വകയല്ല പരിശുദ്ധാത്മാവ്. ഇത് ഏതെങ്കിലും പെന്തക്കോസ്തുകാരുണ്ടാക്കിയതായിരുന്നെങ്കിൽ എന്നേ ഇത് പെന്തക്കോസും പൊളിഞ്ഞു പോയേനെ, ഈ ആമേൻ പരിശുദ്ധാത്മാവും പൊളിഞ്ഞു പോയേനെ. എന്നാൽ ഞാൻ തിരിച്ചൊന്ന് പറയാ, പെന്തക്കോസുകാരല്ല പരിശുദ്ധാത്മാവ് ഉണ്ടാക്കിയത്, പക്ഷെ പരിശുദ്ധാത്മാവാണ് പെന്തക്കോസ് ഉണ്ടാക്കിയത്. ആമേൻ ആമേൻ. ആകയാൽ പരിശുദ്ധാത്മാവ് ഒരു സഭയുടേതല്ല, പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തിൻ്റെതല്ല, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെതുമല്ല. പിന്നെ ആരുടേതാണ് പരിശുദ്ധാത്മാവ്? റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ. അപ്പോൾ ആത്മാവ് ആരുടേതാണ്? ആത്മാവ് ദൈവത്തിൻ്റെതാണ്. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വം, രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സഭ ദൈവത്തിൻ്റെതായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് ആരുടേതാണ്? അത് ദൈവത്തിൻ്റെതാണ്. അല്ലെങ്കിൽ ദൈവത്തിക തൃത്വത്തിൽ മൂന്നാമനാണ്. പിതാവായ ദൈവത്തോടും പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോട് സമനായി നിൽക്കുന്നതാണ് തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ആകയാൽ അറിവ് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പെന്തക്കോസിനെ അല്ല കളിയാക്കുന്നത്, നിങ്ങൾ സഭയല്ല കളിയാക്കുന്നത്, നിങ്ങൾ പാസ്റ്റർമാരെ അല്ല കളിയാക്കുന്നത്. ആമേ, ബലഹീനരായ പാവപ്പെട്ട സാധുക്കളായ വിശ്വാസികളെ അല്ല. ഇന്ന് രാത്രി എനിക്കുറപ്പോടുകൂടെ പറയാൻ കഴിയോ, ഞങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിൻ്റെതാണ്.